ഹായ് മക്കളെ, ഉനൈ സാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള +2 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ വെക്കുന്നത്. സോ നമ്മൾ നോക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് -1/2. നമ്മളിത് എന്താ സാധാരണ ചെയ്യുക? നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. നിങ്ങൾ ചുമ്മാ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. സൈൻ്റെ മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ സൈൻ്റെ മുകളിൽ സൈൻ ഇൻവേഴ്സ് കാണാൻ പറ്റും. സോ ഷിഫ്റ്റ് ഞെക്കിയിട്ട് സൈൻ ഞെക്കി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആവും. ഡയറക്റ്റ്ലി അടിച്ചു കൊടുക്കുമ്പോൾ മക്കളെ ഇതിന്റെ ആൻസർ പറയുന്നത് -π/6 എന്നാണ്. പക്ഷെ ഇങ്ങനെയല്ല കാൽക്കുലേറ്ററിൽ വരാം. കാൽക്കുലേറ്ററിൽ വരുന്നത് എന്തായിരിക്കും? -30 എന്നായിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാനുണ്ട്. ആരൊക്കെയാണെന്നറിയോ? പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്, നമുക്ക് അറിയണം. π/2 എന്ന് പറയുന്നത് 90 ആണ്. π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണ്. ആൻഡ് π/6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമുക്ക് കിട്ടുക -30 എന്നാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ഇട്ട് കൊടുത്തൂടെ? എന്താണ് മൈനസ്? അതുപോലെ തന്നെ 30ക്ക് വരെ നമ്മൾ എന്തിട്ട് കൊടുക്കും? π/6. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് √3/2 ആണ്. സോ അഗെയിൻ കാൽക്കുലേറ്ററിൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്ത് കിട്ടും എന്നറിയോ? 30 എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. ഇങ്ങനെ π/6 എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല. ഡിഗ്രി ഫോമിലായിരിക്കും കാൽക്കുലേറ്ററിൽ കാണാം. 30 ഇപ്പൊ നമുക്ക് അറിയാം എന്തായിരിക്കും? π/6 അല്ലേ? നേരിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ദെൻ അടുത്തത് ടാൻ ഇൻവേഴ്സ് -√3. ഇതിന്റെ ആൻസർ വരേണ്ടത് -π/3 എന്നാണ്. നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക -16 എന്നാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് അടിക്കുക, -√3 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് -16 എന്നാണ്. സോ മൈനസ് അതുപോലെ കിടന്നോട്ടെ. 60ക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? π/3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അടുത്തതാണ്, ഇതാണ് പ്രശ്നം. കാരണം നമുക്ക് അറിയില്ലാത്ത ഒരു ആൻസർ ആണ് വരിക. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ആൻസർ വരാൻ പോകുന്നത് 2π/3 എന്നാണ്. അതായത് നമുക്ക് ആൻസർ കിട്ടുക 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടായിരിക്കും കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുക. അപ്പൊ ഇതിന് നമ്മൾ +1 പഠിച്ചേക്കുന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവണം. നമ്മൾ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഏതാണോ കിട്ടുക അതിനെന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാടാ? π/180 വെച്ചിട്ട് മൾട്ടിപ്ലൈ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് അറിയാത്ത ആൾ വന്നു കഴിഞ്ഞാൽ π/180 വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2π/3 എന്ന് കിട്ടും. ഇനി കട്ട് ചെയ്ത് ചെറുതാക്കാൻ അറിയില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പൊ 120 π/180 ഇങ്ങനെയല്ലേ വരാം. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിനും കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 120 അടിക്കാം. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, AB/C എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, 120 അടിക്കുക, AB/C അടിക്കുക, ദെൻ 180 അടിക്കുക. അപ്പൊ എന്ത് കാണിക്കും എന്ന് അറിയോടാ? ഇങ്ങനെ ഒരു സംഭവം കാണിക്കും. അതിനർത്ഥം എന്താ? 2/3. അതല്ലേ നമുക്ക് ആൻസർ കിട്ടിയേക്കണേ? നോക്കിയേ, 2/3. അവിടെ ഒരു പയ്യും കൂടി ഉണ്ടാവും. അപ്പൊ ആൻസർ എന്തായിരുന്നു? 2π/3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് ചെറുതാക്കാൻ വരെ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തത് കോസ് ഇൻവേഴ്സ് -1/2 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരെ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ അഗെയിൻ 135 എന്നും പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ 135നെയും ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇൻറ്റു π/180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അഗെയിൻ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 135 കട്ട് ചെയ്ത് ചെറുതാക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ AB/C നിൽക്കുക. അപ്പൊ എന്ത് വരും? 135 AB/C 180 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് മീൻസ് 3 ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്ററിൽ കാണിക്കുക. അതിന്റെ അർത്ഥം എന്താടാ? 3/4. അവിടെ ഒരു പയ്യും കൂടി ഉണ്ടാവും. 3π/4. ഇത്ര ഉള്ളൂ വരാം. സെറ്റല്ലേ? ദെൻ അടുത്തതാണ് കൊസീക്. അപ്പോൾ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ വരും. കൊസീക് ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൊസീക് ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് x ആണെങ്കിൽ നമ്മൾ അവൻ എന്തിലേക്ക് മാറ്റണം? സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ഓൾറെഡി അറിയാം അല്ലെ, സൈൻ്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്. അപ്പൊ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം എന്നറിയോ? കൊസീക് ഇൻവേഴ്സ് x ആണെങ്കിൽ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറും? 1/, ആക്കി എഴുതാം. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് മൈനസ് അല്ലെങ്കിൽ സീക്ക് ഇൻവേഴ്സ് x ആണെങ്കിൽ എന്ത് വരൂടാ? കോസ് ഇൻവേഴ്സ് 1/x വരും. ദെൻ കോട്ട് ഇൻവേഴ്സ് x ആണെങ്കിൽ എന്തായിരിക്കും വരാ? ടാൻ ഇൻവേഴ്സ് 1/x ആയിരിക്കും. ഇത്രയുള്ള പരിപാടി. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയടാ, കൊസീക് ഇൻവേഴ്സ് -2 എന്നാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. നമുക്ക് ഇവനെ എന്തിലേക്ക് മാറ്റാൻ പറ്റും? സൈൻ ഇൻവേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈനസ് ഒക്കെ അതുപോലെ തന്നെ ഇടാം. 2 ആണ്, അതായത് x ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 1/, ആക്കി എഴുതണം. അപ്പൊ 1/2. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുമല്ലോ. എന്തായിരിക്കും ആൻസർ കിട്ടുക? -π/6. അതായത് -30 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് -π/6. ഓക്കെ ആണോ? ദെൻ അടുത്തത് ഇതേപോലെ 3 പേര് വരും. അപ്പൊ ഇതും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തതുപോലെ ടാൻ ഇൻവേഴ്സ് 1 ചെയ്യുമ്പോൾ നമുക്ക് 45 എന്നാണ് കിട്ടുക.
അതെന്താണ് π/4 ആണ് നമുക്ക് എഴുതാം. അപ്പോൾ 45 കാണിക്കരുത് കേട്ടോ എക്സാമിന് എഴുതുമ്പോൾ, സെപ്പറേറ്റ് എഴുതുക. ടാൻ ഇൻവേഴ്സ് 1 എഴുതുക, കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തു, 2π/3 ആണ്. സൈൻ ഇൻവേഴ്സ് -1/2 -π/6 ആണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ഓൾറെഡി ഡയറക്ട്ലി കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് 1 + കോസ് ഇൻവേഴ്സ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ, അതായത് ഫൈനൽ ആൻസർ നമുക്ക് എന്താ കിട്ടാന്നറിയോ? 135. ഇത് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും? കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം. 3π/4 നമ്മൾ സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക. എക്സാമിന് എഴുതുമ്പോൾ സെപ്പറേറ്റ് എഴുതാം, എന്നിട്ട് ഒരുമിച്ച് എഴുതണം കേട്ടോ. അതായത് π/4 + 2π/3 -π/6. ഇത് എഴുതിയിട്ട് വേണം 3π/4 എഴുതാൻ. അപ്പോൾ നോക്കി, ഡയറക്റ്റ് എല്ലാ വാല്യൂസും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ കിട്ടും. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇത്രയുള്ള പരിപാടി. ദെൻ അടുത്തതാണ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അടിച്ചു കൊടുത്ത് നോക്കി. ഡയറക്റ്റ്ലി അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2 × കോസ് 2 × സൈൻ ഇൻവേഴ്സ് 1/2 നമുക്ക് കാൽക്കുലേറ്റർ കിട്ടത്തില്ലേ? എത്രയാണ്? 30 ആണ്. നമ്മൾ എഴുതുമ്പോൾ π/6 എന്ന് എഴുതണം. എന്തായിരിക്കും? π/6 എന്ന് എഴുതണം. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2 കോസ് π/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എത്രയാണ്? കോസ് 60 കോസ് π/3. അത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ് അല്ലേ? എന്തായിരിക്കും വരാടാ? ടാൻ ഇൻവേഴ്സ് 2 × 1/2. കോസ് π/3 കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അത് 0.5 എന്നാണ്. ഇപ്പോൾ 0.5 എന്ന് പറയുമ്പോൾ തന്നെ കാൽക്കുലേറ്ററിൽ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അഗെയിൻ 2 × 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? ടാൻ ഇൻവേഴ്സ് 1. കാൽക്കുലേറ്റർ തന്നെ നമുക്ക് ആൻസർ കാണിച്ചു തരും 45 അഥവാ π/4. ഇത് നിങ്ങൾ ഡയറക്റ്റ്ലി അടിച്ചു കൊടുത്ത് നോക്കി. ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തന്നെ എന്ത് കാണിക്കും? 45 എന്ന് അതിൽ കാണിച്ചിട്ടുണ്ടാവും. സെറ്റാണോ? ദെൻ അടുത്തതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം അല്ലേ? പക്ഷേ പൈയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ മാറ്റണം അല്ലേ? 2π/3 നമ്മൾ ഇവരെ മാറ്റാൻ വേറെ ഒന്നും ചെയ്യണ്ട. ആ പൈയുടെ സ്ഥലത്ത് 180 ഇട്ട് കൊടുത്താൽ മതി. എന്ത് ചെയ്യുക? പൈയുടെ സ്ഥലത്ത് 180 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360/3 എന്ന് പറഞ്ഞാൽ 120. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കേണ്ട അങ്ങനെ തന്നെയാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് സൈൻ 120. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ ഡയറക്റ്റ്ലി തന്നെ കാണിച്ചു തരും. 60 ഡിഗ്രി എന്ന് കാണിക്കും. നമ്മൾ എന്ത് എഴുതും? π/3. പക്ഷേ ഇതിനൊരു സ്റ്റെപ്പും കൂടി എഴുതണം. എന്താണ് ആ സ്റ്റെപ്പ് എന്നറിയോ? അതായത് ഇപ്പോൾ 2π/3 അല്ലേ? അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം നോക്കി, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ഒരെണ്ണം കുറവാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? π- ഒരാൾ കുറവാണെങ്കിൽ π- എന്ന് എഴുതാം. ദെൻ അറ്റത്തെടുക്കുന്ന ആൾ ആരാ? π/3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ എഴുതണം. സൈൻ ഇൻവേഴ്സ് സൈൻ, നമുക്ക് ആ 2π/3ക്ക് പകരം നമ്മൾ ഇനി എന്ത് എഴുതും? π- π/3 എന്ന് എഴുതും. ദെൻ ഫൈനൽ ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടി 60 അഥവാ π/3. ഇത്രേ ഉള്ളൂ. അപ്പോൾ 2 സ്റ്റെപ്പുമായി ആൻസറുമായി. സെറ്റാണോ? ഇതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. എന്തായിരിക്കും വരാ? ന്യൂമറേറ്റർ കുറവായിട്ടുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയടാ, കാൽക്കുലേറ്ററിൽ അടിക്കുക 3 × π/4 പകരം 180/4 ആണ്. അപ്പോൾ കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ 135 എന്ന് കിട്ടും. നമ്മൾ അടിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് ടാൻ 135 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കാണിക്കും. എത്രയാണ് ആൻസർ കാണിക്കുക എന്നറിയോ? -45 എന്നാണ് വരിക. നമുക്ക് ഓൾറെഡി അറിഞ്ഞൂടെ? -π/4 ആയിരിക്കും. സോ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ആണല്ലേ? 3π/4 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യാണ്? ഒരാൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? π-. ഇവിടെ അറ്റത്ത് കിടക്കുന്ന ആളാരാ? π/4. അത് ഇവിടെ അടിച്ചു കൊടുക്കുക. π- π/4. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ആൻസർ നമുക്ക് കിട്ടാം -π/4 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നേരെ അങ്ങ് എഴുതാം. ഇനി ഒരാൾ കൂടുതലാണെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? കൂടുതലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത് 7 × π-ക്ക് പകരം 180/6 ആണ്. അപ്പോൾ 210 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നേരെ അടിച്ചു കൊടുക്കുക. കോസ് ഇൻവേഴ്സ് കോസ് 210 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു വാല്യൂ കിട്ടും. ഇതേപോലെ സോൾവ് ചെയ്യുമ്പോൾ 5π/6 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ആണ്. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാം? 7π/6. ഇവിടെ ന്യൂമറേറ്റർ കൂടുതലാണ്. കുറവായിരുന്നപ്പോൾ നമ്മൾ π- ഇട്ടു. കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? π+ ഇടുക. അറ്റത്ത് കിടക്കുന്ന ആളാരാടാ? π/6. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതെ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. കോസ് ഇൻവേഴ്സ് കോസ് π + π/6 എന്ന് എഴുതാം. ദെൻ ഫൈനൽ ആൻസർ ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും 5π/6. ഇത്രേ ഉള്ളൂ. ഡൺ. അപ്പോൾ ഇതിൽ ആൻസർ കിട്ടി. ഇനി കാൽക്കുലേറ്റർ കിട്ടാത്ത ഒരാളാണ് ഇയാൾ. എന്താണെന്നറിയോ? ഇപ്പൊ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമ്മൾക്കറിയാം നമ്മൾ അവനെ എന്തിലേക്ക് മാറ്റും? ടാൻ ഇൻവേഴ്സ് 1/x മാറ്റും. പക്ഷേ കാൽക്കുലേറ്ററിൽ കോട്ട് ഇൻവേഴ്സ് മൈനസിൽ ആൻസർ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? കോട്ട് ഇൻവേഴ്സ് നമുക്ക് ഓൾറെഡി അറിയണം. -x എന്ന് പറഞ്ഞാൽ മൈനസ് ആണെങ്കിൽ അതിന്റെ ഫോർമുല ഉണ്ട്. π - കോട്ട് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇതായിരിക്കും π
പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3. ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? ഇപ്പൊ കോട്ട് ഇൻവേഴ്സ് √3 നിങ്ങൾക്ക് അറിയില്ല, വേണ്ട, നമുക്ക് അവനെ എന്തിലേക്ക് മാറ്റാം? കോട്ട് ഇൻവേഴ്സ് √3നെ നമുക്ക് ടാന്റെ ഫോമിലേക്ക് മാറ്റിക്കൂടെ? ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞ് മാറ്റിക്കൂടെ? ആൻസർ ആയി. അപ്പോൾ അത് നേരിട്ട് കൊടുക്കുക. എത്രയാണ് ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടാൻ 30ലാണ് 1/√3 വരാം അല്ലേ? ദാറ്റ് മീൻസ് π/6. അപ്പൊ ഇനി സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? 5π/6 എന്ന് പറഞ്ഞിട്ട് ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഐഡിയ കിട്ടിയ ഇത് മാത്രം ഒന്ന് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൻസറിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പൊ ഇതെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.